സമീർ സി മുഹമ്മദിലേക്ക് പോവുകയാണ്. സമീർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ രാത്രി വൈകിയായിരിക്കാം അവിടെ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്താൻ തന്നെ സാധിച്ചിട്ടുണ്ടാവുക. കാരണം ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, രക്ഷാപ്രവർത്തനത്തിനിടയിൽ വീണ്ടും പൊട്ടിത്തെറിയെന്നൊക്കെ നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. എത്ര വെടിപ്പുരകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അതിൽ പൂർണ്ണമായും കത്തിനശിച്ചത് എത്ര എണ്ണമായിരുന്നു? അതിൽ ബാക്കിയുണ്ട് ഇനിയും വെടിപ്പുര എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന പോലെ വെടിക്കെട്ട് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ മാത്രമാണോ അതിനകത്തുള്ളത്, അല്ല ഈ കരിമരുന്ന് നിറച്ച വെടിക്കോപ്പുകളായിരുന്നോ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരണം. അങ്ങനെയാണെങ്കിൽ അതൊരു റിസ്ക് ഏറിയ ഒരു കാര്യം കൂടിയാണ്. അത് എങ്ങനെയാണ് അവിടെ തിരച്ചിലിന് മുമ്പായി അതിലൊരു ഏർപ്പാട് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്? ഈ വെടിപ്പുരയിൽ ഇനിയും പൊട്ടാൻ സാധ്യതയുള്ള കരിമരുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ അവിടേക്ക് വളരെ വേഗത്തിൽ എത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന സാധ്യമല്ല. വളരെയേറെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധന പ്രാഥമികമായി നടത്തും. അതിനുശേഷമായിരിക്കും അതിന്റെ ഉൾഭാഗത്തേക്ക്, അതായത് ഈ അപകടം ഉണ്ടായ ഭാഗത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടന്നു ചെല്ലുകയുള്ളൂ. അതിനുശേഷമായിരിക്കും കടാവർ ഡോഗിനെ ഉപയോഗിച്ചുള്ള പരിശോധനയും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റി കമ്മീഷണർ തന്നെ നേരിട്ടെത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി കണ്ടെത്താനുള്ള ആളുകളുടെ ശരീരം, അതുപോലെ തന്നെ ശരീരാവശിഷ്ടങ്ങൾ തുടങ്ങിയവ കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയും ഉണ്ടാകും. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളും അതിന്റെ ഭാഗമാവുന്നുണ്ട്. നമുക്കിപ്പോൾ കാണാം, ഇവിടെ വിവിധ ഇടങ്ങളിലായി എത്തിക്കൊണ്ടുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള എമർജൻസി ടീമിന്റെ അതിലുള്ള വോളണ്ടിയേഴ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ ഇവരുടെ സാന്നിധ്യം നമുക്ക് കാണാനാകുമായിരുന്നു. ഇപ്പോൾ എത്ര സമയത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്? എത്ര സമയം ഇവിടെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും? നമ്മുടെ ടീം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നമ്മളെ റെസ്ക്യൂ പ്രവർത്തകരാണ് ഇവിടെ വന്നിട്ടുള്ള KATയുടെ എമർജൻസി ടീം കേരള. അപ്പോൾ നമ്മൾ ഇത്തരം ദുരന്ത മേഖലകളിൽ നമ്മൾ ഓടിയെത്തുന്ന ടീമാണ്. അത് കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ സ്വയം സന്നദ്ധരായിട്ട് വരും. ഈ സ്ഥലത്ത് വന്നിട്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾക്ക് സഹായകമായി പ്രവർത്തിക്കുക, ഗവൺമെന്റിനും അതുപോലെ അതോറിറ്റിക്കും സഹായകമായി പ്രവർത്തിക്കുക എന്നുള്ള തിരച്ചിലിന് സഹായിക്കാത്തതാണ് പ്രധാനം. അതെ. എത്ര പേരാണ് ഇപ്പോൾ ഇവിടെ വന്നത്? ഇപ്പോൾ 30 പേരോളം ഞങ്ങളുടെ ടീമിലുണ്ട്. അതിൽ 2 ടീമായിട്ട്, ഒരു ടീം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10-15 പേര് ഈ ഒരു ഇതിലുണ്ട്. നേരത്തെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ 2018 മുതൽ ഇതുവരെയുള്ള പ്രളയങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും നമ്മൾ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെ വാൽപ്പാറ ദുരന്തത്തിൽ പാങ്ങിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ ആംബുലൻസ് അയക്കാനും അതുപോലെ ആ പ്രവർത്തനങ്ങൾ ഏകീകരിപ്പിക്കാനും അവിടെ പൊതുദർശനത്തിൽ വെക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ അത് ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സൗകര്യം എടുക്കാനൊക്കെ നമ്മളുണ്ടായിരുന്നു, നമ്മുടെ ടീമുണ്ടായിരുന്നു. വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ട സ്കൂൾ ഡ്രൈവർ ഇന്ന് നൌഷാദ് മരണപ്പെട്ടു. അതിന്റെ ഒരു കോർഡിനേഷൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ സമയത്തും നിൽക്കുന്നത്. അതുപോലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നമ്മുടെ പ്രവർത്തകർ 30ഓളം ദിവസം അവിടെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തതിന് പിന്നെ ടോട്ടൽ 50 ദിവസമ്പോളം നമ്മളെ പ്രവർത്തകർ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ജിന, ഇത്തരത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളും ഇവിടെ എത്തിയിട്ടുണ്ട്. കേരള എമർജൻസി ടീമിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മോട് അവരുടെ സേവനങ്ങളെ സംബന്ധിച്ച് പങ്കുവച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ തിരച്ചിലിന് അവരുടെ സാന്നിധ്യം ഉണ്ടാകും, സഹായം ഉണ്ടാകും എന്ന കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇനി ഇവിടെ കണ്ടെത്തേണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരുടെയെങ്കിലും മൃതശരീരഭാഗങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ചിതറി കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് 2 കടാവർ ഡോഗുകളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. വളരെയേറെ വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള ഡോഗുകളാണ്. മനുഷ്യ ശരീരം വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള 2 കടാവർ നായ്ക്കളാണ് ഇപ്പോൾ അവിടെ എത്തിച്ചിട്ടുള്ളത്. സമീറ സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന്. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഇനി അവിടെ എത്ര പേര് ഉണ്ടായിരുന്നു, അപകടം നടക്കുന്ന സമയത്ത് എത്ര പേർ മരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും പരിശോധന ഇപ്പോൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന്